നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ മുഹമ്മദ് റഫീഖ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് റാഫ് ടോക്ക് എന്നുള്ള ഈ ചാനലും കൊണ്ട് നിങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ ചാനൽ അങ്ങനെ കാത്തിരുന്ന് 1 മില്യൺ എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ കടന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് ഈ ഒരു 10 മണിയോടുകൂടിയാണ് നമ്മൾ ആ ഒരു ലാൻഡ്മാർക്ക് കടക്കുന്നത്. അപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ, നിരവധി സുഹൃത്തുക്കളുടെ കമൻറ്റും മെസ്സേജും ഒക്കെ വന്നുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ സ്നേഹം ഒക്കെ ഹൃദയത്തിൽ ഉണ്ട്. എല്ലാവരോടും നന്ദി പറയുകയാണ്. അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് കൂടെ നിന്നവരോട്, സപ്പോർട്ട് ചെയ്തവരോടൊക്കെ നന്ദി പറയുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ കാത്തിരുന്നതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളൊക്കെ കാത്തിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. ഇവിടെ സ്റ്റുഡിയോയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ 3-4 സുഹൃത്തുക്കൾ അതിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോട് ആദ്യമായിട്ട് കാണുന്നവരാണ്. അവർ എൻ്റെ അടുത്തേക്ക് വരികയും റാഫ് ടോക്സ് വീഡിയോ ചെയ്യുന്ന ആളല്ലേ, 1 മില്യൺ ആവാനായല്ലോ, ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയുകയും ചെയ്തു. ഈ ഭാഗത്ത് അവർ എന്തോ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി എന്തോ വന്നതാണ് എന്ന് അവർ പറഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ അങ്ങനെയുള്ളവർ പോലും, അതായത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ പോലും ആ ഒരു സന്തോഷം നമ്മളോട് വന്ന് പങ്കിടുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. അത്രയധികം നല്ല പിന്തുണ നിങ്ങൾ തന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഒരു സ്പോർട്സ് ചാനൽ ഇതിനു മുമ്പ് 1 മില്യൺ കടന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്പോർട്സ് മാത്രം പറയുന്ന, ഫുട്ബോൾ മാത്രം പറയുന്ന, അല്ലെങ്കിൽ സ്പോർട്സ് മാത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഈ ഒരു മൈൽ സ്റ്റോൺ കടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ തിരുത്തുകയും ചെയ്യാം. ഏതായാലും അങ്ങനെ ഫസ്റ്റ് ടൈം 1 മില്യൺ കടക്കുന്നു ഒരു സ്പോർട്സ് ചാനൽ എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികൾക്ക്, അതുപോലെ സ്പോർട്സ് പ്രേമികൾക്കൊക്കെ അഭിമാനിക്കാനുള്ളൊരു വകയുണ്ട്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വന്ന് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ നിരവധി കമൻറ്റുകളാണ്. കഴിയാവുന്നതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം അത്രയധികം വന്നുകൊണ്ടിരിക്കുമ്പോൾ വിട്ടുപോയതായിരിക്കണം. എന്തായാലും വീണ്ടും ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് ഇത്തരത്തിൽ കമൻ്റ് ഇട്ടിട്ടുള്ളതെങ്കിൽ. കഴിയാവുന്നവരെയൊക്കെ അതിൽ നമ്മൾ മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പിന്നെ ചില സുഹൃത്തുക്കൾ അവരുടെ നാട്ടിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ചാലിയം ഭാഗത്തുള്ളൊരു സുഹൃത്ത് ചാലിയത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ കിട്ടുന്നതിൽ തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധവുമുണ്ട്. കാരണം 1 മില്യൺ കടന്ന് പോകുമ്പോൾ അത്രയധികം ആളുകൾ നമ്മളിൽ നിന്ന് ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റാഫ് ടോക്സ് തുടങ്ങിയത് 2019 ജനുവരി അവസാനത്തോടു കൂടിയാണ് ആദ്യ വീഡിയോ വരുന്നത്. പക്ഷേ അത് റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് 2019 ജൂലൈ 1 മുതലാണ്. അന്ന് മുതലാണ് നമ്മളൊരു സെപ്പറേറ്റ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്കൊക്കെ മാറുന്നത്. അതും ഒരു വലിയ സെറ്റപ്പൊന്നുമല്ല, ചെറിയ തരത്തിലുള്ളൊരു സെറ്റപ്പിലേക്കൊക്കെ നമ്മൾ മാറുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 5 വർഷമാകാനാകുമ്പോഴാണ് നമ്മൾ 1 മില്യൺ കിടക്കുന്നത്. മറ്റ് പല ചാനലുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റർടൈൻമെൻറ്റ് ചാനലുകളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ മലയാളത്തിൽ 1 മില്യണും 2 മില്യണും 3 മില്യണും 5 മില്യണും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ സ്പോർട്സിൽ ഒരു ചാനലിന് ഈ ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചു. അതിന് വലിയ സന്തോഷമുണ്ട്. ഇത് ഒരിക്കലും എളുപ്പമുള്ള ജേണി ആയിരുന്നില്ല എന്നുള്ളതും നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ 5 വർഷത്തിനിടയ്ക്ക് ഒറ്റ ദിവസം പോലും നമ്മൾ വീഡിയോ ഇടാതെ ഇരുന്നിട്ടില്ല. ആ ജൂലൈ 1 മുതൽ 2019 ജൂലൈ 1 മുതൽ ഒരു ദിവസം പോലും നമ്മൾ വീഡിയോ ഇടാതെ ഇരുന്നിട്ടില്ല. അപ്പം ഈവൻ എല്ലാ ഹോളിഡേയ്സിലും, എല്ലാ ആഘോഷ ദിവസങ്ങളിലും, വീട്ടിലുള്ള ഫങ്ഷനുകളുടെ ദിവസങ്ങളിലും ഒക്കെ നമ്മൾ വീഡിയോകൾ മുടക്കാതെ ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി റിസൾട്ടാണ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ചാനൽ നോക്കിയാൽ കാണാം. 31K വീഡിയോസ് എന്നാണ് കാണിക്കുന്നത്. 31,000 വീഡിയോസ് നമ്മൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് കണക്കുകൾ കൂടി നോക്കുകയാണെങ്കിൽ 53 കോടി വ്യൂസാണ് കാണിക്കുന്നത്. 5.5 കോടി ലൈക്സ്, 31.2 ലക്ഷം കമൻറ്റുകൾ, 15 ലക്ഷം ഷെയറുകൾ. അപ്പം ഇതൊന്നും ചെറിയ കണക്കല്ല എന്ന് കൃത്യമായ ധാരണയുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. 5 വർഷമെടുത്തു, ശരിയാ. പക്ഷേ ഈ മേഖലയിൽ ഇങ്ങനെയെങ്കിലും എത്താൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല. നമ്മളൊരു 60,000 ഒക്കെ ഫോളോവേഴ്സ് എത്തിയ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, ഇനി ഫോളോവേഴ്സ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല,
കാരണം അങ്ങനെ അധികം സബ്സ്ക്രൈബേഴ്സുള്ള സ്പോർട്സ് ചാനലുകളൊന്നും കാണുന്നില്ലല്ലോ എന്ന്. 1 ലക്ഷമൊക്കെ ആയപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ അവർ നമ്മളോട് മറ്റു തരത്തിലൊന്നും പറയുകയില്ല, നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. വെറുതെ ഇതിനു വേണ്ടി സമയം കളയേണ്ടതില്ല, 1 ലക്ഷത്തിനപ്പുറത്തേക്കൊന്നും ഇതിനിവിടെ മലയാളത്തിൽ സ്കോപ്പില്ല എന്ന്. പക്ഷേ ആ 1 ലക്ഷം കടന്നു, 2 ലക്ഷം കടന്നു, ഇപ്പോൾ 10 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഇനിയും അറിയില്ല എത്ര ദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഈ കണക്ക് എത്ര കൂടും, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളങ്ങനെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊന്നും പറയാറില്ലല്ലോ. അതിൻ്റെ കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇത് എനിക്കുള്ള ഫോളോവേഴ്സ് അല്ല, അല്ലെങ്കിൽ റാഫ് ടോക്സിൽ വീഡിയോ അവതരിപ്പിക്കുന്നവർക്കുള്ള ഫോളോവേഴ്സ് അല്ല, ഇത് ഫുട്ബോളിൻ്റെ ആരാധകരാണ്, ഫുട്ബോൾ ഫാൻസ് ആണെന്ന് ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർ, വാർത്തകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നുള്ള ബോധ്യത്തിലാണ് നമ്മളത് പ്രത്യേകം പറയാത്തത്. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കവർ പേജിൽ കൊടുത്ത പോലെ ലോക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ ഫോളോ ചെയ്യൂ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു അനാലിസിസ് ഒന്നും ചെയ്യുന്ന ചാനലല്ല, നിങ്ങൾക്കറിയാമല്ലോ. അനാലിസിസ് ചെയ്യുന്ന ചാനലുകൾ ഉണ്ടാവും. അപ്പോൾ അരമണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ വലിയ ലെങ്തി വീഡിയോകൾ അവിടെ വരും. നമുക്ക് പക്ഷേ 2 മിനിറ്റ്, 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇങ്ങനെയൊക്കെയാണ്. അപൂർവം ചില വീഡിയോകളാണ് 5 മിനിറ്റിനൊക്കെ മുകളിൽ ഉണ്ടാവാറുള്ളൂ, 5-10 മിനിറ്റൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതന്ന് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴും അങ്ങനെയുള്ള ഫുട്ബോൾ ചാനലുകളൊക്കെ കുറവായിരുന്നു. ആദ്യകാലത്ത് നമ്മൾ ഇൻസ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ നടത്തിയ ഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ 1/2 മണിക്കൂറും 15 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ആയിരുന്നെങ്കിൽ റാഫ് ടോക്സിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ അന്നത്തെ ടാഗ് ലൈൻ ഒരു പക്ഷേ ആദ്യം നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് ഓർമ്മയുണ്ടാവും, 1 മിനിറ്റിൽ ഫുട്ബോൾ വാർത്ത എന്നായിരുന്നു. 1 മിനിറ്റ് കൊണ്ടൊരു വാർത്ത പറഞ്ഞു പോവുക. ഇത് നമ്മൾ ശരിക്കും എടുത്തത് മലയാളത്തിലെ ചില ന്യൂസ് ചാനലുകൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കണ്ടു. അപ്പം 10 വാർത്തകൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ട് രാത്രി ചെയ്യുന്നതിന് പകരം വരുന്ന വാർത്തകൾ അപ്പോൾ ചെയ്തു വിടുക. ഇത് ന്യൂസ് ചാനലുകൾ, അതായത് ഫുട്ബോൾ ചാനലല്ല, മറ്റ് ന്യൂസ് യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ 1 മിനിറ്റിലും 2 മിനിറ്റിലും വാർത്തകൾ ചെയ്യുന്നത് കണ്ടു. ഏതാണ്ട് അതേ രൂപത്തിൽ നമ്മൾ ഫുട്ബോളിലേക്കും അത് എടുക്കുകയാണ് ചെയ്തത്. തുടക്കത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടി, പിന്നെ അങ്ങ് 5 വർഷം എടുത്തു, ശരിയാണ്, എന്നാൽ പോലും വലിയ സന്തോഷമുണ്ട്. ഈ ഒരു യാത്രയിൽ ഇത്രയധികം സമയം നമ്മോടൊപ്പം കൂടെ നിന്ന് എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരങ്ങൾ മുന്നോട്ട് പോകാനുമുണ്ട്. എത്ര കളികൾ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. എത്ര നമ്മൾ ഉറക്കിളിച്ച് ഒരുമിച്ചിരുന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വാച്ചലോൺ സമയത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മളും ഉറക്കിളിച്ചിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളും അങ്ങനെ കളി കാണുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എത്ര രാത്രികൾ ഫുട്ബോളിൻ്റെ ആവേശത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട്. പിന്നെ ഈ സമയത്ത് തീർച്ചയായിട്ടും കൂടെ നിന്ന നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ റാഫ് ടോക്സിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ടീമിലെ ആളുകൾ, എല്ലാവരോടും അതുപോലെ എല്ലാമായിട്ട് കൂടെ നിന്ന സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ നന്ദി പറയുകയാണ്. സെലിബ്രേഷൻ വീഡിയോ ഒന്നും ഇല്ല എന്ന് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്നങ്ങ് സെലിബ്രേറ്റ് ചെയ്യാതെ ആ ഗോൾഡൻ ബട്ടണിങ് വന്നോട്ടെ, അപ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരുടെയും സ്നേഹം ഹൃദയത്തിലുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് റാഫ് ടോക്സിനെ ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക്, മലയാളത്തിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിടക്കുന്ന ആദ്യത്തെ സ്പോർട്സ് ചാനൽ എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചത്. വലിയ നന്ദി.